ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചെറിയ സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ളൊരു വറുത്തരച്ച മസാലക്കറിയാണേ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കിയാലോ. അതിനായിട്ട് 1 കപ്പ് ചെറിയ സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചു. അതിലേക്ക് വെള്ളം തിളച്ചതിന് ശേഷം സോയാ ചങ്ക്സ് ചേർത്ത് കൊടുത്തു. അല്പം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം വൃത്തിയാക്കി എടുക്കാം കഴുകിയിട്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നുണ്ട്. സോയൊക്കെ നല്ലപോലെ കാണാൻ പറയാം. ഇനി അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല വറവ് ഉണ്ടാക്കാനായിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1.25 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 1/4 മുറിയിലധികം നാളികേരം ചിരവിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശരിക്കും ഒന്ന് 1 മിനിറ്റ് ഒന്ന് ബ്രൗൺ നിറമാകുന്നോളം വറുക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് വലിയ ജീരകം കൂടി ചേർക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു രുചിയായിരിക്കും. എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ ഒന്ന് വറവായി വരുന്ന സമയത്ത് അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം പെട്ടെന്ന് ഓഫാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അല്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേമാതിരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അല്പം ചൂടാറിയതിന് ശേഷം ഇടുക. നല്ലപോലെ ചൂടാറുന്നതിന് മുന്നേ തന്നെ അത് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും, നല്ല നൈസായി കിട്ടും. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു സവാള ഇതേപോലെ പൊടിയായി കട്ടിയതും, ഒരു തക്കാളി കട്ടിയതും, ഒരു 2 പച്ചമുളക് കീറിയതും, പിന്നെ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് ചതച്ചതുമാണ്. അപ്പോൾ സോയ എല്ലാം കഴിയതിന് ശേഷം പിഴിഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തു. ഇനി വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ അല്പം കടുക് ഇട്ട് കൊടുത്തു. പിന്നെ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നതിന് ശേഷം ജിഞ്ചർ ഗാർലിക് ചതച്ചതും കൂടി ചേർത്ത് അതുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അത് 1 മിനിറ്റ് വഴറ്റുന്നതിന് ശേഷം ഒരല്പം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കണക്കാവും. ഈ സമയത്ത് നമ്മൾ തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. ഇത് ഒരു 1.5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് മെൽറ്റായി വരണം. തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾക്ക് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ആ സോയാ ചങ്ക്സ് അതിലേക്ക് ഇടുക. സോയാ ചങ്ക്സ് ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഉടനെ അതിലേക്ക് വെള്ളം ഒഴിക്കരുത്. ജസ്റ്റ് അതിലേക്ക് സവാളയിലേക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്ന് തിളയ്ക്കാൻ വിടുക. ഒന്ന് തിള വരുന്ന സമയത്ത് ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു 1/4 സ്പൂണിലധികം ചേർത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ബാക്കി നമ്മൾക്ക് മല്ലി മുളകെല്ലാം ആ മസാലയിലായിട്ടുണ്ടാവും. തേങ്ങ വറുത്തതിലുണ്ട്. ഇപ്പോൾ അതുകൂടി ചേർത്ത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ആ മസാല നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, പെരുകി അത് വരും. ഇപ്പോൾ ഇതൊരു 3 സ്പൂൺ മസാല നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഏകദേശം നല്ല കറക്റ്റായിട്ട് വന്നോളും. ഇനി ആ മിക്സിയുടെ ജാറിൽ കഴുകിയ ഒരു 1/2 ഗ്ലാസ് അളവിലും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഇതേപോലെ വരണം. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ ഏകദേശം ഒരു കണക്കിൽ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് 1 സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊരു 3 മിനിറ്റ് ഒന്ന് വേവിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ആ വെള്ളം എല്ലാം സെറ്റായി കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഒരല്പം പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതായത് ഒരു 1/4 സ്പൂണിൽ താഴെ. ആ എരിവെല്ലാം ഒന്ന് മസാല ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത് ഉപകരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, കറി ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ്. അപ്പത്തിനായാലും പൊറോട്ടയ്ക്കായാലും എല്ലാം പറ്റും. പിന്നെ അവസാനം ഒരു പിടി മല്ലിയില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി സോയാ ചങ്ക്സ് മസാലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ സോയ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാനതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ കറിയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ചൂടാറിയപ്പോൾ നമ്മൾ ആ കറക്റ്റ് പരുവമായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഗ്രേവിയുടെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് സോയ. അപ്പോൾ അടിപൊളിയായില്ലേ?
അപ്പോൾ നല്ല ഒരു കറിയായിരിക്കും. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്